നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് UDF-ന് മേൽക്കൈ. ഷൊർണൂർ, ഒറ്റപ്പാലം നഗരസഭകളിൽ LDF ഭരണം നിലനിർത്തി. പാലക്കാട് നഗരസഭയിൽ NDA, ചിറ്റൂരിലും പട്ടാമ്പിയിലും UDF മുന്നേറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത അട്ടിമറികൾ. പെരിങ്ങോട്ട് കുരിശിയിലെ വാർഡിൽ മുൻ MLA AV ഗോപിനാഥ് തോറ്റു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയ ജനവിധി. മണ്ണൂരിൽ മുൻ പഞ്ചായത്ത് അധ്യക്ഷ പരാജയപ്പെട്ടു. പറപ്പൂക്കരയിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് പറപ്പൂക്കര ഉന്നതിയിൽ 28 വയസ്സുള്ള അഖിൽ, പ്രതി ഒളിവിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF-ന് മേൽക്കൈ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ നേട്ടമാണ് UDF കൈവരിക്കാനായത്. തകരാതെ ഇടതുകോട്ട. ഷൊർണൂർ നഗരസഭാ ഭരണം LDF നിലനിർത്തി. 35 വാർഡുകളിൽ 17 വാർഡുകളിൽ വിജയപതാക പാറിച്ചാണ് ഇടതുമുന്നണി മേൽക്കൈ നേടിയത്. ഷൊർണൂർ നഗരസഭയിലെ 17 വാർഡുകൾ LDF പിടിച്ചെടുത്തപ്പോൾ 14 വാർഡുകളിൽ BJP-യും 5 വാർഡുകളിൽ UDF-ഉം വിജയിച്ചു. ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടി. 35 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ 7 വാർഡുകൾ വിജയിച്ച UDF-ന് ഇത്തവണ 5 വാർഡുകൾ മാത്രമാണ് ജയിക്കാനായത്. CPM-ൽ നിന്ന് വിട്ട നിർമ്മല ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂം രാവിലെ 7:30 തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. 8 മണിയോടെ പോസ്റ്റൽ വോട്ടുകളും തുടർന്ന് 1 മുതൽ 5 വരെയുള്ള വാർഡുകളിലെയും വോട്ടുകൾ എണ്ണിത്തുടങ്ങി. 10 മണിയോടെ 35 വാർഡുകളുടെയും വോട്ടെണ്ണൽ പൂർത്തിയായി. കഴിഞ്ഞ തവണ ഒരു സീറ്റുണ്ടായിരുന്ന SDPIക്ക് ഇത്തവണ സീറ്റ് നേടാനായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ LDF-ഉം രണ്ടാമതെത്തിയ BJP-യും ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരസഭയിൽ NDA-ക്ക് കേവല ഭൂരിപക്ഷമില്ല. അതേസമയം BJP തന്നെയാണ് വലിയ ഒറ്റക്കക്ഷി. 53 വാർഡുള്ള നഗരസഭയിൽ NDA 25 സീറ്റ് നേടിയപ്പോൾ 18 വാർഡുകളിൽ UDF-ഉം 9 LDF-ഉം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. പാലക്കാട് നഗരസഭയിൽ 30-ലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തിലായിരുന്ന NDA 25 സീറ്റുകളിൽ ഒതുങ്ങി. എങ്കിലും 53 വാർഡുകളുള്ള നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെയാണ്. 18 സീറ്റുള്ള UDF-ഉം 9 സീറ്റുള്ള LDF-ഉം വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്രനും ചേർന്നാൽ മാത്രമാണ് NDA-ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുക. പാലക്കാട് ഇന്ത്യ എന്ന ഭരണമുന്നണി സാധ്യത സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നുവെന്നെങ്കിലും ഇതിനുള്ള സാധ്യതകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വിരളമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കത്തിന് ഇടത് വലത് മുന്നണികൾ തയ്യാറായേക്കില്ല. പാലക്കാട് നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായെന്ന വിലയിരുത്തൽ തന്നെയാണ് NDA-ക്കുള്ളത്. 10 വർഷം മുമ്പ് സ്വതന്ത്രരുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ BJP ഭരണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 52 അംഗ കൗൺസിലിൽ 28 കൗൺസിലർമാർ NDA-ക്കുണ്ടായിരുന്നു. ഇത്തവണ 53 വാർഡുകളുള്ള നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 27 സീറ്റുകളാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിൽ ഭരണം LDF-ന് 19 സീറ്റുകൾ നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. BJP 12 സീറ്റുകൾ നേടിയപ്പോൾ സ്വതന്ത്രൻ ഉൾപ്പെടെ UDF പക്ഷത്ത് 8 പേർ മാത്രമാണ് ജയിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിൽ മികച്ച പോരാട്ടത്തിലൂടെ LDF ഭരണം നിലനിർത്തി. 19 സീറ്റുകൾ നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. BJP 12 സീറ്റുകൾ നേടി. UDF-ന് 8 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിൻ്റെ കുത്തക വാർഡായ പല്ലാർമംഗലത്ത് CPM-ഉം തോട്ടക്കര പോസ്റ്റ് ഓഫീസ് വാർഡിൽ BJP-യും അട്ടിമറി വിജയം നേടി. CPM പതിവായി വിജയിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷൻ വാർഡും വരോട് വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു.
കനത്ത മത്സരം നേരിട്ട നിലവിലെ നഗരസഭാ അധ്യക്ഷൻ കെ രാജേഷ് പാലപ്പുറം BJP സ്കൂൾ വാർഡിൽ നിന്ന് വിജയിച്ചു. മുസ്ലിം ലീഗ് മത്സരിച്ച 4-ൽ 3 വാർഡുകളും വിജയിച്ചു. UDF പിന്തുണയുള്ള സ്വതന്ത്രൻ കെ ശശികുമാർ മയിലുംപുറത്തു നിന്ന് വിജയിച്ചു. CPM വിട്ടവരുടെ കൂട്ടായ്മയായ സ്വതന്ത്ര മുന്നണി മത്സരിച്ച 4 വാർഡുകളിലും പരാജയപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചിറ്റൂർ തത്തമംഗലം നഗരസഭ തിരിച്ചുപിടിച്ച UDF 30 വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥികളിൽ 19 പേരും വിജയിച്ചു. ചിറ്റൂരിൽ നഷ്ടപ്പെട്ട ഭരണം UDF തിരിച്ചുപിടിച്ചു. 30 വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥികളിൽ 19 പേരും വിജയിച്ചു. ചില വാർഡുകളിൽ നാമമാത്രമായ വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. എല്ലാ വാർഡുകളിലും ജനങ്ങൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണെന്നും UDFന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ചുക്കാൻ പിടിച്ച സുമേഷ് അച്യുതൻ പറഞ്ഞു. 5 വർഷത്തെ ഇടതുപക്ഷ ദുർഭരണത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഈ ജനവിധിയെന്നും സുമേഷ് അച്യുതൻ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട ചിറ്റൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ചിറ്റൂര് UDFന് തിരിച്ചു നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി 5 വർഷം നിങ്ങളോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഉള്ള ഒരു ഭരണം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ചിറ്റൂരിനെ UDFനെ സഹായിച്ച മുഴുവൻ ആളുകളെയും ചിറ്റൂരിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നഗരസഭയിൽ നിന്ന് തത്തമംഗലത്തെ ചാലക്കുളം വരെ വിജയിച്ച കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മുൻ MLA കെ അച്യുതന്റെ അനുഗ്രഹം വാങ്ങിയാണ് നിയുക്ത കൗൺസിലർമാർ വാർഡുകളിലേക്ക് മടങ്ങിയത്. വൈകിട്ട് ചിറ്റൂർ നഗരത്തിലും ആഹ്ലാദ പ്രകടനമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിൽ ഉജ്ജ്വല വിജയം നേടി CPIM അധികാരത്തിലേക്ക്. മത്സരിച്ച 15 വാർഡുകളിൽ 11 സീറ്റിലും LDF വിജയിച്ചു. മണ്ണൂരിലും കരുത്തു തെളിയിച്ച CPI മത്സരിച്ച 5 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ തോറ്റു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CPIMലെ S അനിതയും പരാജയപ്പെട്ടു. മത്സരിച്ച 15 വാർഡുകളിൽ 11 വാർഡുകളും CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കഴിഞ്ഞ വർഷത്തിൽ അധികാരത്തിലായിരുന്ന UDFന് 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJP 2 വാർഡ് പിടിച്ചെടുത്ത് നില മെച്ചപ്പെടുത്തി. മണ്ണൂരിൽ കടുത്ത പോരാട്ടത്തിലൂടെ കരുത്ത് തെളിയിച്ച LDF വീണ്ടും അധികാരത്തിലേക്ക്. CPM നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും 7 വാർഡുകൾ പിടിച്ചെടുത്താണ് LDF കരുത്ത് കാട്ടിയത്. UDF 6 സീറ്റ് നേടി നില കൂടുതൽ മെച്ചപ്പെടുത്തി. UDF സ്വതന്ത്രനായി മത്സരിച്ച 3 ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. 12ാം വാർഡിന്റെ സീറ്റ് കാര്യത്തിൽ തെറ്റി 5 വാർഡുകളിൽ മത്സരിച്ച CPIക്ക് 1 വാർഡ് പോലും നേടാനായില്ല. LDFന്റെ സ്വതന്ത്ര ടിക്കറ്റിൽ മത്സരിച്ച NCP നേതാവ് SJN നജീബ് വലിയ ഭൂരിപക്ഷത്തിൽ 4ാം വാർഡിൽ നിന്നും വിജയിച്ചു. 5ാം വാർഡിൽ നിന്ന് ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയും പരാജയപ്പെട്ടു. കനത്ത മത്സരം നടന്ന 8ാം വാർഡിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ് വിജയിച്ചു. CPM നേരിട്ട് മത്സരം നടന്ന 12ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി സൗമ്യ സതീഷ് വിജയിച്ചു. BJPയുടെ 2 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 15 വാർഡുകളിൽ LDFന് 7ഉം UDFന് 6ഉം BJP 2 സീറ്റുകളിലും വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കരയിൽ UDF ഭരണം പിടിച്ചെടുത്തു. ആകെയുള്ള 16 സീറ്റിൽ UDF 9 സീറ്റ് നേടി LDFന് 7 സീറ്റുകൾ ലഭിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലും LDF ഭരണം നിലനിർത്തി. ആകെയുള്ള 21 സീറ്റിൽ 15 സീറ്റും LDF നേടി. 2 സീറ്റ് ലീഗും NDA 3 സീറ്റും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി. UDF വിമതൻ 7ാം വാർഡിൽ മത്സരിച്ച UP രവി വിജയിച്ചു. 2 തവണയും അതിൽ കൂടുതലും ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് എത്തുന്ന ജനപ്രതിനിധികൾ ഇത്തവണ 12 പേരാണ്. LDF, BJP, UDF ജനപ്രതിനിധികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ജനപ്രതിനിധിയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. 2 തവണയും അതിൽ കൂടുതലും ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് എത്തുന്ന ജനപ്രതിനിധികൾ ഇത്തവണ 12 പേരാണുള്ളത്. കോൺഗ്രസിൽ നിന്നുള്ള K കൃഷ്ണകുമാർ 6ാം തവണയും T.സീന 4ാം തവണയും VK ശ്രീകൃഷ്ണൻ 3ാം തവണയുമാണ് കൗൺസിലിലേക്ക് എത്തുന്നത്. LDFലെ CK സൗമ്യയും VC സിന്ധുവും 2ാം തവണയാണ് കൗൺസിലിലേക്ക് എത്തിയത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇത്തവണ LDFൽ മത്സരിച്ച് വിജയിച്ച C സന്ധ്യയും ഇവരോടൊപ്പം 2ാം തവണയാണ് കൗൺസിലിലേക്ക് എത്തിയത്. 2020-25 കാലത്ത് ഇവർ UDFൽ മെമ്പറായിരുന്നു. BJPയിലെ T ബിന്ദു 4ാം തവണയും സിനി മനോജ് 3ാം തവണയും EP നന്ദകുമാർ, A ഗോപകുമാർ, നിഷ എന്നിവർ 2 തവണയുമാണ് മുനിസിപ്പൽ കൗൺസിലിലേക്ക് എത്തുന്നത്. കൂടാതെ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച P നിർമ്മലയും 2ാം തവണയാണ് കൗൺസിലിലേക്ക് എത്തിയത്. ഇവർ 2015 മുതൽ
2020 വരെ ഉള്ള കാലത്ത് LDFിൽ മെമ്പറായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രചരണ രംഗത്ത് ഒറ്റയാൾ പോരാട്ടം, ഒടുവിൽ വിജയം കണ്ടു. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി നിർമ്മല. CPIM-ൽ നിന്നും പോന്ന ഇവർ LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാണ് മഞ്ഞക്കാട് 32-ാം വാർഡിൽ നിന്നും വിജയിച്ചത്. ഇത്തവണയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാകുമെന്ന് പി നിർമ്മല പറഞ്ഞു. 25 വോട്ടുകൾക്കാണെങ്കിലും മിന്നും വിജയമാണ് മഞ്ഞക്കാട് 32-ാം വാർഡിൽ പി നിർമ്മല നേടിയത്. CPM മെമ്പറായിരുന്ന കാലത്ത് 2015-20 മത്സരിച്ചു വിജയിച്ച ഇവർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. എന്നാൽ തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും ഇവർക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചില്ല. ഇപ്പോൾ CPM മെമ്പറൊന്നുമല്ല. അതേസമയം ചില വ്യക്തികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് നിർമ്മല ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. LDF സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രയായി മത്സരിച്ച ഇവർക്ക് 274 വോട്ടുകൾ നേടാനായി. UDFിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പ്രചരണ രംഗത്ത് നിർമ്മല ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത്. കുടുംബശ്രീ പ്രവർത്തനവും കൂടുതൽ കരുത്തായി. വളരെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ തനിക്ക് കഴിയുമെന്ന് പി നിർമ്മല STV ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ ഈ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലെ എന്നെ സ്നേഹിക്കുകയും ജനാധിപത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ കൂടാതെ ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തോടുകൂടി എനിക്ക് വരാൻ കഴിഞ്ഞത് കുടുംബശ്രീയിലുള്ള എൻ്റെ പ്രവർത്തനം കാരണമാണ്. അത് ഞാൻ എൻ്റെ കുടുംബശ്രീക്കും എൻ്റെ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് ഇനി ഒരു വെറും കൗൺസിലറായി തുടരേണ്ടി വന്നാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കാഴ്ചവെക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നടപടി വരില്ല. ഞാൻ നിലവിൽ മെമ്പറല്ല, പാർട്ടി മെമ്പറല്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരുടെയും നാട്ടുകാരുടെയും വിജയമായാണ് തന്റെ ഈ വിജയത്തെ കാണുന്നതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച പി നിർമ്മല പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്കലൂർ ഗ്രാമപഞ്ചായത്തിൽ LDFിന് മേൽക്കൈ. 24 വാർഡുകളുള്ള പഞ്ചായത്തിൽ 11 ഇടതുമുന്നണി വിജയിച്ചു. UDF 8 വാർഡുകളിൽ വിജയിച്ചപ്പോൾ 5 SDPIക്കാണ് വിജയം. NDAക്ക് ഇത്തവണ പഞ്ചായത്ത് ബോർഡിൽ പ്രതിനിധിയില്ല. ഭരിക്കാനാവശ്യമായ വ്യക്തമായ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 3ാം തവണയും LDFിന് തന്നെയാണ് തുടർച്ചയായ മുൻതൂക്കം. വികസന തുടർച്ച ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ 22 വാർഡുകളായിരുന്നു. ഇത്തവണ 24 വാർഡുകളായി ഉയർന്നു. ഇതിൽ 11 വാർഡുകളിലാണ് LDF വിജയിച്ചത്. UDF 8 വാർഡുകൾ നേടിയപ്പോൾ SDPI 5 വാർഡുകളിൽ വിജയിച്ചു. നേരത്തെ പഞ്ചായത്ത് ബോർഡിൽ പ്രതിനിധിയുണ്ടായിരുന്ന NDAക്കാണ് തിരിച്ചടിയേറ്റത്. ഇത്തവണ തൃണമൂൽ കോൺഗ്രസും മത്സരരംഗത്തുണ്ടായിരുന്നു. മത്സരിച്ച 5 വാർഡുകളിലും അവർക്ക് ചലനമുണ്ടാക്കാനായില്ല. PP വിജയൻ, K അശോകൻ, പ്രിയ പ്രശാന്ത്, സജിത, ഗീത, ശ്രീകുട്ടൻ, സത്യജിത്ത്, വിനീത, ഗിരിജ, വിജയകുമാർ, യമുനാദേവി എന്നിവരാണ് വിജയിച്ച LDF സ്ഥാനാർത്ഥികൾ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലായിരുന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വോട്ടെണ്ണൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഞ്ഞൽ പഞ്ചായത്തിലും വള്ളത്തോൾ നഗർ പഞ്ചായത്തിലും LDF ഭരണം നിലനിർത്തി. പാഞ്ഞൽ പഞ്ചായത്തിലെ 18 സീറ്റിൽ LDF 10 സീറ്റ് നേടി. UDF 6 സീറ്റിൽ വിജയിച്ചപ്പോൾ NDA 2 സീറ്റും പിടിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ 18 സീറ്റിൽ LDF 14 എണ്ണത്തിലും വിജയിച്ചു. UDF 3 സീറ്റും BJP 1 സീറ്റിലും വിജയിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ UDF മുന്നേറ്റം. നേട്ടമുണ്ടാക്കി BJPയും. 45 വർഷം LDF ഭരിച്ച പഞ്ചായത്തിൽ LDFിൻ്റെ നില ദയനീയം. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ അടിപതറി IDF എന്ന AV ഗോപിനാഥിൻ്റെ പാർട്ടി. AV ഗോപിനാഥിൻ്റെ പരാജയം ഞെട്ടൽ മാറാതെയാണ് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ കേട്ടത്. പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കിയിരുന്ന ഗ്രാമപഞ്ചായത്തായിരുന്നു പെരിങ്ങോട്ടുകുറിശി. കോട്ടായിൽ 45 വർഷത്തെ LDF ഭരണം നിലനിർത്തുമോ? വൻ മുന്നേറ്റമുണ്ടാക്കിയത് UDFും NDAയുമായിരുന്നു. ആകെ 16 സീറ്റിൽ UDF 6 സീറ്റിലും LDF 6 സീറ്റിലും വിജയിച്ചപ്പോൾ NDA 4 സീറ്റിൽ വിജയിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 9 സീറ്റ് വേണമെന്നിരിക്കെ NDA പിന്തുണയോടെ അല്ലാതെ ഭരിക്കാൻ UDFനോ LDFനോ കഴിയില്ല. തികച്ചും രാഷ്ട്രീയമായ ചരടുവലികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പഞ്ചായത്തായി മാറാൻ പോവുകയാണ് കോട്ടായി. ആര് ഭരിക്കണമെന്ന് NDA തീരുമാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു പെരിങ്ങോട്ടുകുറിശിയിലേത്. വർഷങ്ങളോളമായി UDF അധികാരം കയ്യിൽ ഒതുക്കുന്ന അതിന് നേതൃത്വം നൽകിയിരുന്ന AV ഗോപിനാഥ് UDF വിട്ട് IDF എന്ന സ്വതന്ത്ര മുന്നണിയുണ്ടാക്കി LDFനോടൊപ്പം ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ പതനം ഞെട്ടലയോടെയാണ് പെരിങ്ങോട്ടുകുറിശി ശ്രമിച്ചത്. UDF 7 സീറ്റിലും LDF 5 സീറ്റിലും IDF 3 സീറ്റിലും BJP 2 സീറ്റിലും വിമത സ്വതന്ത്രൻ 1 സീറ്റിലും വിജയം നേടിയതോടെ പെരിങ്ങോട്ടുകുറിശിയിൽ ഇനി ആര് എന്ന ചോദ്യമാണ് ഉയർന്നത്. ആകെ 18 സീറ്റുകളുള്ള പെരിങ്ങോട്ടുകുറിശിയിൽ കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റ് വേണം എന്നിരിക്കെ UDF 7,
LDF IDF മുന്നണി 8, NDA 2, സ്വതന്ത്രൻ 1 സീറ്റ് എന്ന ക്രമത്തിലാണ്. UDFന് ഒപ്പം നിൽക്കാൻ NDAയുടെ 2 സീറ്റുകളും സ്വതന്ത്രന്റെ 1 സീറ്റും ചേർന്നാൽ മാത്രമേ UDFന് ഭരിക്കാൻ കഴിയുള്ളൂ. കേവല ഭൂരിപക്ഷം നേടാൻ LDFന് NDAയുടെ പിന്തുണ വേണമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെയും ഭരണം തീരുമാനിക്കേണ്ടത് NDA തന്നെ. മാത്തൂരിൽ ഭരണം നിലനിർത്താൻ UDFനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. 16 സീറ്റിൽ 8 സീറ്റ് UDF പിടിച്ചെടുത്ത് വലിയ ഒറ്റക്കക്ഷിയായി മാറിയെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് 9 സീറ്റ് വേണം. LDF 6, NDA 2 സീറ്റിലും വിജയിച്ചു. കോൺഗ്രസ് ഭരണം തുടരണമെങ്കിൽ NDAയുടെ പിന്തുണ വേണം. എന്നാൽ LDFനെ NDA പിന്തുണച്ചാലും കേവല ഭൂരിപക്ഷത്തിൽ എത്താനാകില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറപ്പൂക്കരയിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾ കുത്തേറ്റ് മരിച്ചു. പറപ്പൂക്കര പട്ടികജാതി ഉന്നതിയിലെ പാണ്ഡ്യത്ത് വീട്ടിൽ മദനന്റെ മകൻ 28 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. അയൽവാസിയായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ രോഹിത്താണ് കുത്തിയത്. സംഭവശേഷം ഇയാൾ ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. രോഹിത്തിന്റെ സഹോദരിയോട് അഖിൽ മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അഖിലിന്റെ വീടിന് മുൻപിലെ റോഡിൽ വെച്ചായിരുന്നു സംഭവം. തർക്കത്തിനിടെ രോഹിത്ത് അഖിലിന്റെ വയറ്റിൽ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. റോഡിൽ കിടന്ന അഖിലിനെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് UDFന് മേൽക്കൈ. ഷൊർണൂർ, ഒറ്റപ്പാലം നഗരസഭകളിൽ LDF ഭരണം നിലനിർത്തി. പാലക്കാട് നഗരസഭയിൽ NDA, ചിറ്റൂരിലും പട്ടാമ്പിയിലും UDF മുന്നേറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത അട്ടിമറികൾ. പെരിങ്ങോട്ടുകുരിശിയിലെ വാർഡിൽ മുൻ MLA AV ഗോപിനാഥ് തോറ്റു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയ ജനവിധി. മണ്ണൂരിൽ മുൻ പഞ്ചായത്ത് അധ്യക്ഷ പരാജയപ്പെട്ടു. പറപ്പൂക്കരയിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് പറപ്പൂക്കര ഉന്നതിയിൽ 28 വയസ്സുള്ള അഖിൽ, പ്രതി ഒളിവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.